ക്ലാസ് പഠിക്കുന്ന ഒരു 8 വയസ്സുകാരി പെണ്ണ് കുഴഞ്ഞു വീണ് മരിക്കുന്നു. 29, 30, 25, 35 വയസ്സൊക്കെ പ്രായമുള്ള യുവാക്കളായ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായ നാടിന്റെ അത്താണിയായ നമ്മുടെ മക്കള് പെട്ടെന്ന് മരിച്ചു. അറ്റാക്ക് വരികയാണ്, സ്ട്രോക്ക് വരികയാണ്, കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. ഈ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ 3 ഡോക്ടർമാർ യുവാക്കളായ ആളുകളിൽ എന്തുകൊണ്ട് ഇങ്ങനെ മരണം സംഭവിക്കുന്നു എന്നൊരു പഠനം നടത്തി. എങ്ങനെയാ പഠിച്ചതെന്നറിയോ? 1 കൊല്ലം കൊണ്ടാണ് പഠിച്ചത്. മഞ്ചേരി മെഡിക്കൽ കോളേജിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഒക്കെ പെട്ടെന്ന് മരിച്ച, കുഴഞ്ഞു വീണ് മരിച്ച, അറ്റാക്ക് വന്ന് മരിച്ച ഇങ്ങനത്തെ ആളുകളെ കുറിച്ച് ഇവരൊരു പഠനം നടത്തി. 1 കൊല്ലം ആ പഠനം നടത്തിയിട്ട് ഇവരതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ കഴിഞ്ഞ മാസം നിങ്ങൾക്ക് ആ റിപ്പോർട്ട് കിട്ടും. ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം എന്താ അറിയോ നിങ്ങൾ? ആ റിപ്പോർട്ട് പറയുന്ന കാര്യം, ചെറുപ്പക്കാർക്കിടയിൽ മരണനിരക്ക് കൂടാൻ കാരണം അവരുടെ ഭക്ഷണ രീതിയാണ് എന്നാണ് അവർ കണ്ടെത്തിയത്. ഈ കുഴഞ്ഞു വീണ് മരിച്ച, അറ്റാക്ക് വന്ന് മരിച്ച പല ആളുകളുടെയും പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ പെട്ടെന്നൊരാൾ രാവിലെ കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീക്കുമ്പോൾ മരിച്ച നിലയിൽ ഒരാളെ കാണപ്പെട്ടാൽ അയാളെ പോസ്റ്റ്മോർട്ടം കഴിക്കും. കാരണം കുടുംബക്കാർക്കും ഒരു സംശയം ഉണ്ടാവും, ഇവനാരോ കൊന്നതാണോ, ഇവൻ വല്ലതും കഴിച്ചതാണോ എന്നൊക്കെ സംശയം ഉണ്ടാവും. അപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തും. ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ടൊക്കെ പരിശോധിച്ചപ്പോൾ ഈ ഡോക്ടർമാർക്ക് മനസ്സിലായത് പല ചെറുക്കന്മാരുടെയും വയറ്റിനകത്ത് ദഹിക്കാതെ കിടക്കുന്ന ചിക്കനും ബീഫും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ജങ്ക് ഫുഡുകൾ, ഈ മന്തി പോലെയുള്ള സാധനങ്ങൾ, ഈ ഷവർമയും ഷവായിയും പോലെയുള്ള സാധനങ്ങൾ, ഇത് രാത്രി 12 മണിക്കും 1 മണിക്കും വയറ് നിറച്ച് തിന്ന് ഇവർ കിടക്കുകയാണ്. അങ്ങനെ കിടക്കുമ്പം ഹൃദയത്തിൻ്റെ മിടിപ്പ് കൂടും അത്രേ. ആ ഹൃദയമിടിപ്പ് കൂടിയിട്ടാണ് ഈ ചെറുപ്പക്കാരായ ആളുകൾ ഇങ്ങനെ മരിച്ചു പോകുന്നത് എന്ന് ഇവരുടെ റിപ്പോർട്ട്. ഞാൻ എന്തിനാ അത് പറഞ്ഞത്? ആർഭാടമായി ജീവിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു മനുഷ്യർ.